ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹോണ്ട ആക്റ്റീവ പഴയ മോഡൽ ആക്റ്റീവയാണ്. ജനറൽ സർവീസ് ആയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കാർബറേറ്ററും നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സിൻ്റെ സൈഡ് നമ്മൾ ബെയറിങ് അതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ മൊത്തം ഗിയർ ബോക്സ് ഇറക്കിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ബെയറിങ്ങും ഓയിൽ ഇതാണ്. ബെയറിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലയിൻ്റ് ആയിരുന്നു. കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റുകൾ, ഗിയർ ബോൾസിൻ്റെ ബോൾട്ട് വാഷ്, അതേപോലെ തന്നെ ബ്രീത്തർ പൈപ്പ്, ഇതൊക്കെ കൂട്ടത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റി പോകേണ്ട കേസുകളുണ്ട്. ഗിയർ വീലുകൾക്ക് ചെറിയ തേയ്മാനമുണ്ട്, പഴക്കത്തിൻ്റേതനുസരിച്ചുള്ള തേയ്മാനമുണ്ട്. അപ്പോൾ ഒരു ചെറിയ മൂളിച്ച ഉണ്ടാവും വണ്ടിക്ക്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ നോർമൽ നമുക്ക് ആ സൗണ്ട് ഉണ്ടാവും എന്തേലും കേട്ടോ. കാരണം ആ വീലുകളെല്ലാം തന്നെ ഒരുമിച്ച തേയ്മാനം വരാം. അപ്പോൾ നമ്മളിപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം വീലുകൾ മാറ്റേണ്ടതായിട്ട് വരും. പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനത്തെ മേജറായിട്ടുള്ള പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം അതൊന്നും ചെയ്യുന്നില്ല. ബെയറിങ്ങും ആ ഓയിലൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യണത്. അതേപോലെ തന്നെ കാർബറേറ്റർ അസംബ്ലി നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഓയിലാണ്, ഈ സ്ലോ ജെറ്റാണ് കംപ്ലൈൻറ്റ് ആവുന്നത് കേട്ടോ. ചെറിയൊരു ബ്ലോക്കാണ് അതിനകത്ത്. അത് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഗിയർ ബോക്സ് കൂടി അയച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അതിന് ശേഷം വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ ബില്ല് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. എന്തായാലും വൈകുന്നേരം ആവും ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും.